നമസ്കാരം. ഗുഡ്നസ് പാരിഷ് മീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് ഇടുക്കി രൂപതയിലെ രാജകുമാരി ദൈവമാതാ മരിയൻ തീർത്ഥാടന ദേവാലയത്തിൽ നിന്നുള്ള കാഴ്ചകളാണ്. നമുക്കറിയാം, ഗുഡ്നസ് പാരിഷ് മീറ്റിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് ഓരോ ദേവാലയത്തിലെയും വിശ്വാസ പരിശീലനത്തിൻ്റെ അസംബ്ലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയാണ്. സീറോ മലബാർ മലങ്കര ലത്തീൻ റീത്തുകളിലെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഓരോ ആഴ്ചയും നമുക്ക് കാണുവാനും തിരിച്ചറിയുവാനും ഒക്കെ കഴിയുന്നത്. നമുക്ക് കാണുവാനും പഠിക്കുവാനും ഒക്കെയുണ്ട് ഈ കാഴ്ചകളിൽ. ഇന്ന് ഇപ്പോൾ ദേവാലയത്തിനകത്ത് മതബോധന അധ്യാപകരും കുട്ടികളും മാതാപിതാക്കളും ഒക്കെയുണ്ട്. നമുക്ക് ദേവാലയത്തിനകത്ത് കടന്ന് കൂടുതൽ കാര്യങ്ങൾ കാണുകയും തിരിച്ചറിയുകയും ഒക്കെ ചെയ്യാം. രാജകുമാരി ദൈവമാതാ ദേവാലയത്തിൻ്റെ അകത്ത് അൾത്താരയുടെ മദ്ബഹയുടെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മാതാപിതാക്കളെല്ലാം എൻ്റെ കൂടെ ദേവാലയത്തിന് അകത്തുണ്ട്. എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ? നിലവിലിവിടെ നടക്കുന്ന വിധത്തിൽ തന്നെ വിശ്വാസ പരിശീലനം മുന്നോട്ട് പോയാൽ മതിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാനുണ്ടോ എന്നാണ് നിങ്ങളോടുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം. പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അവിടെ ഒരു ചേട്ടൻ കൈ ഉയർത്തുന്നുണ്ട്. എഴുന്നേറ്റ് വരൂ. വന്നിട്ടുള്ള ആളുടെ പേര് നമുക്കൊന്നറിയാം. ഷിനോയ്. ഷിനോയ് എന്താ ചെയ്യുന്നത്? ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അല്ലേ? ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അധ്യാപകർ ഏറ്റെടുത്തിരിക്കുന്ന ഈ ത്യാഗപൂർണമായ ഉത്തരവാദിത്വം ഇടവക സമൂഹത്തിനും ഓരോ കുടുംബത്തിനും അഭിമാനിക്കാവുന്നതാണ്. നമ്മുടെ കുട്ടികളെ വിശ്വാസ പരിശീലനത്തിൽ പരിശീലിപ്പിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി നല്ല പൗരന്മാരായി വളരുവാനും വിദ്യാർത്ഥികൾക്കെല്ലാം സാധിക്കുന്നുണ്ട്. അവരേറ്റെടുത്തിരിക്കുന്ന ഈ വലിയ ഉത്തരവാദിത്വം നമ്മുടെ ഇടവകയ്ക്കൊരു മുതൽക്കൂട്ടാണെന്ന് എന്നൊരു സംശയമില്ല. വളരെ മനോഹരമായിട്ട് ഇടവക ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതകൾ വളരെ മികവുറ്റതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് അമ്മച്ചിമാരുടെ ഭാഗത്തു നിന്ന് ആരാണ് തയ്യാറാവുന്നത്? ഒന്ന് കൈ ഉയർത്താമോ? അവിടെ ഒരാൾ കൈ ഉയർത്തുന്നുണ്ട്. എഴുന്നേറ്റ് വരൂ. വന്നിട്ടുള്ള ആളുടെ പേര് നമുക്കൊന്നറിയാം. എൻ്റെ പേര് ലിൻഡ. ഞാൻ ഡോക്ടറാണ്. രാവിലെ ഒരു ഡോക്ടറെ കിട്ടിയത് നല്ല കാര്യമാണ് അല്ലേ? ഓക്കെ, ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ്റെ 4 കുട്ടികൾ ഇവിടെ വേദപാഠം പഠിക്കുന്നുണ്ട്. വികാരിയച്ഛനും കൊച്ചച്ഛനും കുഞ്ഞുങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മത അധ്യാപകർ കുഞ്ഞുങ്ങളുമായും അവരുടെ മാതാപിതാക്കളുമായും വ്യക്തിപരമായ ബന്ധം പുലർത്തുന്നു. അതുപോലെ തന്നെ മതബോധന ക്ലാസ്സുകൾ നടത്തുക മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ട നിരവധി പരിപാടികളും മത്സരങ്ങളുമൊക്കെ നടത്തുന്നുണ്ട്. മത അധ്യാപകരുടെ നേതൃത്വത്തിലും സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിലും കുഞ്ഞുങ്ങൾ ഭവനങ്ങളിൽ പോയി രോഗീ സന്ദർശനം നടത്തുകയും വീടുകളിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് അനാഥാലയങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പം രണ്ടുപേരും വളരെ മനോഹരമായി ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി ഞാൻ 1-2 സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തരുവാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഞാൻ ആദ്യം ചേട്ടന്മാരോടാണ് ചോദിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ദേവാലയം
ഇവിടെ സ്ഥാപിതമാകുന്നത് 1955 കാലത്താണ്. ആ കാലത്ത് ഈ ഇടവക ദേവാലയം ഏത് രൂപതയിലായിരുന്നു എന്നറിയാമോ നിങ്ങൾക്ക്? ഏത് രൂപതയിലാണോ എന്ന് അറിയാമോ? ചോദ്യം അതല്ല, ഏത് രൂപതയിലാണ് എന്ന് ചോദിച്ചപ്പോൾ 2 ചേട്ടന്മാർ കൈ ഉയർത്തിയിട്ടുണ്ട്. ചോദ്യം ഇതാണ്, അക്കാലത്ത് ആ രൂപതയുടെ മെത്രാപ്പോലീത്ത ആരായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. കൈ ഉയർത്താമോ? ഇങ്ങോട്ട് വരൂ ചേട്ടാ. ആദ്യം ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞേ. ജോൺ. ജോൺ ചേട്ടനാണ് വന്നിട്ടുള്ളത്. അന്ന് ഏത് രൂപതയായിരുന്നു എന്ന് അറിയാമോ? എറണാകുളം രൂപത എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഉത്തരമാണ്. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. അന്ന് എറണാകുളം രൂപതയുടെ മെത്രാപ്പോലീത്ത ആരായിരുന്നു എന്നാണ് ചോദ്യം. അഗസ്തീനോസ് കണ്ടത്തിൽ മെത്രാപ്പോലീത്തയായിരുന്നു അന്ന് എറണാകുളം രൂപതയുടെ മെത്രാപ്പോലീത്ത. കൃത്യമായ ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഗുഡ്നസ് ടിവിയുടെ ഒരു മെമൻറ്റോയും വായിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പുസ്തകമാണ് നല്ല അപ്പൻ്റെ ചാവരുൾ. ആ പുസ്തകവും വളരെ സ്നേഹത്തോടെ ഞാൻ കൈമാറുന്നു. രണ്ടാമത്തെ ചോദ്യം അമ്മച്ചിമാരോടാണ്. ചോദിക്കട്ടെ? റെഡിയല്ലേ? ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഈ ദേവാലയം മരിയൻ തീർത്ഥാടന ദേവാലയമായി പ്രഖ്യാപിച്ചത് ഏത് മെത്രാനാണ്? ഇവിടെ എഴുന്നേറ്റ് വരൂ. ആദ്യം പേരെന്ന് പറഞ്ഞേ. പേര് റജി ജോർജ്. റജി ജോർജ്. എന്താണ് ഉത്തരം? മാർ ജോർജ് പുന്നക്കൂട്ടിൽ. മാർ ജോർജ് പുന്നക്കൂട്ടിൽ എന്ന് പറയുന്ന ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ നിന്ന് ചിരിക്കുക. മാർ ജോർജ് പുന്നക്കോട്ടിൽ എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഉത്തരമാണ്. 1982 മരിയൻ ജൂബിലി വർഷത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ദേവാലയത്തെ മരിയൻ തീർത്ഥാടന ദേവാലയമായി മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് പ്രഖ്യാപിച്ചത്. വളരെ കൃത്യമായ ഉത്തരമാണ്. ഗുഡ്നസ് ടിവിയുടെ മെമൻറ്റോ നല്ല അപ്പൻ്റെ ചാവരുൾ എന്നീ പുസ്തകം വളരെ സ്നേഹത്തോടെ ഞാൻ കൈമാറുന്നു. 2 ചോദ്യങ്ങൾ വളരെ കൃത്യമായ ഉത്തരമാണ് നൽകിയത്. മാതാപിതാക്കളുടെ അഭിപ്രായവും അവരോടുള്ള ചോദ്യവും കഴിഞ്ഞു. അടുത്തത് പ്രതിജ്ഞയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൈവമാതാ ദേവാലയത്തിലെ പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ പ്രോഗ്രാം ഇവിടുത്തെ ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ അസംബ്ലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നത് 2 കുട്ടികളാണ്. അവരിപ്പോൾ എൻ്റെ കൂടെയുണ്ട്. ഇവരാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രോഗ്രാം പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. വിശുദ്ധ ലൂക്ക 10:21. സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ച, കൊച്ചച്ച, പ്രിയ മതാധ്യാപകരെ, മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ദൈവരഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടാൻ ആഗ്രഹിച്ച് നമുക്ക് ശിശുസഹജമായ നൈർമല്യം നിലനിർത്താം. സൺഡേ സ്കൂളിന്റെ ഇന്നത്തെ അസംബ്ലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി പ്രതിജ്ഞ ചൊല്ലുന്നതിനായി ക്രിസ്റ്റി ജോബെ ക്ഷണിക്കുന്നു. ദൈവം എൻ്റെ പിതാവാണ്, ഈശോ എൻ്റെ രക്ഷകനും നാഥനുമാണ്. പരിശുദ്ധാത്മാവ് എന്നെ നിരന്തരം നയിക്കുന്നു. എൻ്റെ യഥാർത്ഥ ഭവനം സ്വർഗമാകുന്നു. കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു.
എൻ്റെ പ്രതിജ്ഞ പരിശുദ്ധ ത്രിത്വത്തിനു മുമ്പിൽ സമർപ്പിക്കുന്നു. ആമേൻ. വിശുദ്ധനെ പരിചയപ്പെടുത്തുന്നതിനായി അയോണ ഷൈജിയെ ക്ഷണിക്കുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു. ചെറു പുഞ്ചിരിയോടെ ചേട്ടായി പറഞ്ഞു തുടങ്ങി. ഞാൻ വിശുദ്ധ കാർലോ അക്വിറ്റസ് 1991 മെയ് 3-ാം തീയതി ലണ്ടനിൽ ജനിച്ച ഞാൻ മിലാനിലാണ് വളർന്നത്. അന്റോണിയായും ആൻഡ്രിയയുമാണ് എൻ്റെ പപ്പയും മമ്മിയും. 7-ാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ചതിൽ പിന്നിൽ ഞാൻ ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. ഒരു കുഞ്ഞു പാപം പോലും ചെയ്ത് ഈശോയെ നോവിക്കാതിരിക്കാൻ ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു. ചേട്ടായി പറയുന്ന കേട്ടപ്പോൾ എനിക്ക് ഈശോയോടും മാതാവിനോടും ഒത്തിരി സ്നേഹം തോന്നി. ചേട്ടായി എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ, പരിശുദ്ധ അമ്മയും ദിവ്യകാരുണ്യത്തെയും കൂട്ടുപിടിച്ചാൽ മാധ്യമങ്ങളിലെ നന്മതിന്മകളെ തിരിച്ചറിയാനും സാധ്യതകൾ ഉപയോഗപ്രദമാക്കാനും നമുക്ക് കഴിയും. കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചേട്ടായി ഇഷ്ടമായോ? ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ നമുക്ക് വിശുദ്ധ കാർലോടെ കരം പിടിക്കാം. നന്ദി, നമസ്കാരം. ദേവാലയത്തിൻ്റെ ബഹുമാനപ്പെട്ട വികാരി എബ്രാഹിം പുറയാറ്റ് അച്ഛൻ ഇടുക്കി രൂപതയുടെ വികാർ ജനറൽ കൂടിയാണ്. വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അച്ഛൻ നമ്മോട് സംസാരിക്കും. ക്രൈസ്തവ വിശ്വാസം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് മതബോധന ക്ലാസ്സുകളിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും വിശ്വാസ പരിശീലനത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും കുഞ്ഞുങ്ങൾക്ക് ഈ വിശ്വാസ പരിശീലനം പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ സഭ സംഘടിപ്പിച്ചിരിക്കുക. കുഞ്ഞു പ്രായത്തിൽ തന്നെ നമസ്കാരങ്ങൾ പഠിക്കാനും അതോടൊപ്പം തന്നെ വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെടാനും കൂദാശകളെക്കുറിച്ചും അതുപോലെ തന്നെ സഭയുടെ പാരമ്പര്യങ്ങളും സുവിശേഷ മൂല്യങ്ങളൊക്കെ പഠിക്കാനും ദൈവവചനം ആഴത്തിൽ ഹൃദ്യസ്ഥമാക്കാനും ഒക്കെ വേണ്ടി കൂടിയാണ് വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ ഉപയോഗിക്കുക. അടുത്തത് എന്താണെന്ന് നമുക്ക് കൊച്ചുകൂട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് തിരിച്ചറിയാം. സഭയിലെ ആനുകാലിക വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു ഡിയോൺ ജിജോയും ആഗ്നസ് ജോബിയും. നമസ്കാരം, സഭ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആഗ്നസ് ജോബി, ഡിയോൺ ജിജോ. ക്രൈസ്തവർ സമാധാന സ്ഥാപകരാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ യുദ്ധങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും ഈ ലോകത്ത് തങ്ങളുടെ പൊതുവായ വിളി തിരിച്ചറിഞ്ഞ് ക്രൈസ്തവർ അനുരഞ്ജനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വക്താക്കളാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ബോധിപ്പിച്ചു. അധ്യാപകർ സഹോദരത്തിൻ്റെ പ്രബോധകരുമാക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. അധ്യാപകർ വിശ്വാസ രോഗികളുമായി സാക്ഷികളുമായിരിക്കുന്ന 2023 ജനുവരി മാസം അധ്യാപകർക്കായി പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവമാതാ തീർത്ഥാടന ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് സഹവികാരി ബഹുമാനപ്പെട്ട കുര്യൻ നരിക്കുഴി അച്ഛൻ നമ്മോട് രണ്ട് വാക്ക് പറയും. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശ്വാസ സത്യങ്ങളെയും വിശ്വാസ രഹസ്യങ്ങളെയും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും മനസ്സിലാക്കിയവ ബോധ്യങ്ങളാക്കി മാറ്റുവാനും ബോധ്യങ്ങളാക്കിയവ ജീവിതമാക്കി മാറ്റുവാനുമാണ്. വിശ്വാസ പരിശീലനം കേവലം മതബോധനം എന്നതിൽ ഒതുങ്ങാതെ കൂടുതൽ ജീവിത സാക്ഷ്യത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നതാകണം. രാജകുമാരി ഇടവകയുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾക്കുള്ള പ്രത്യേകതയും ഇതുതന്നെയാണ്. കുട്ടികൾ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ഈ സത്യങ്ങൾ അവരുടെ ബോധ്യങ്ങളാക്കി മാറ്റുന്നു. ഈ ബോധ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ ജീവിത സാക്ഷികളായി മാറുന്നു. നരിക്കുഴിയച്ഛൻ വളരെ മനോഹരമായിട്ട്
വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മളോട് വെളിപ്പെടുത്തിയതിൽ അച്ഛൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു അച്ഛൻ. ഇടുക്കി രൂപതയിലെ രാജകുമാരി ദൈവമാതാ തീർത്ഥാടന ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മോട് പറയാനായിട്ട് മതബോധനത്തിൻ്റെ HM മാത്യു VJ സാറ് കൂടെയുണ്ട്. സാറിൻ്റെ വാക്കുകളിൽ നിന്ന് കൂടുതലായി എത്ര അധ്യാപകർ, എത്ര കുട്ടികൾ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാം. 503 കുട്ടികളാണ് ഇവിടെ പഠിക്കുക. നമുക്ക് എല്ലാ ക്ലാസ്സുകളിലും 2 ട്യൂഷൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ 24 അധ്യാപകർ റെഗുലറായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇവിടുത്തെ വികാരിയച്ഛന്, കൊച്ചച്ഛന്, സിസ്റ്റേഴ്സ്, അധ്യാപകർ എല്ലാവരും താല്പര്യത്തോടെ പങ്കെടുത്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് വിശ്വാസ പരിശീലനം നടത്താനായിട്ട് പരിശ്രമിക്കുകയും അതിന് ദൈവത്തിൻ്റെ വലിയ കൃപ എപ്പോഴും ലഭിക്കാനായിട്ട് പ്രാർത്ഥനയിലും മറ്റു കാര്യങ്ങളിലെല്ലാം ശ്രദ്ധാപൂർവം പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഗുഡ്നസ് പാരീഷ് മീറ്റ് ഓരോ ഞായറാഴ്ചയും അതാത് ദേവാലയങ്ങളിൽ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളിൽ നിന്ന് ഏറ്റവും മികവ് പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടിയെ ഗുഡ്നസ് സ്റ്റാറായി തിരഞ്ഞെടുക്കുന്ന ഒരു പതിവുണ്ട്. നിങ്ങളുടെ ദേവാലയത്തിൽ നിന്നും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ ഒരു ഗുഡ്നസ് സ്റ്റാർ ആരാണെന്ന് എനിക്കറിയില്ല, സാറിനറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സാറ് പറയട്ടെ, ആരാണ് ഗുഡ്നസ് സ്റ്റാർ? നമ്മൾ ഈ സെൻട്രൽ സ്കൂളിൽ നിന്ന് ഗുഡ്നസ് സ്റ്റാറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക ജിയോ റിജി മരുതോലിൽ എന്ന കുട്ടിയാണ്. ജി ഒന്ന് കൈ ഉയർത്തിക്കേ. ജി അവിടെ നിന്ന് എഴുന്നേറ്റ് വരൂ. ജിയ റജി അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പ്ലസ് 1 പഠിക്കുന്നത്. പേടിയാകുന്നുണ്ടോ? ചെറുതായിട്ട് പേടിയാകുന്നുണ്ട്. അത് ആ മുഖം കണ്ടപ്പോഴേക്കും എനിക്ക് തോന്നി. പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ഓക്കെ, വീട്ടിൽ മറ്റ് ആരൊക്കെയാണ് ഉള്ളത് ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിൽ അച്ചാച്ചയുണ്ട്, അമ്മയുണ്ട്, വല്യമ്മച്ചിയുണ്ട്, ചേട്ടായിയുണ്ട്, അനിയനുണ്ട്, പിന്നെ ഞാനുണ്ട്. ചാച്ചൻ അപ്പച്ചൻ എന്ത് ചെയ്യുന്നു? അച്ചാച്ച പറമ്പുണ്ട്, പറമ്പിലെ പണി. കർഷകനാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും GIക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേവാലയത്തിൻ്റെ ബഹുമാനപ്പെട്ട വികാരി എബ്രാഹിം പുറയാറ്റ് അച്ഛനെ വളരെ സ്നേഹത്തോടെ ഞാൻ മദ്ബഹയുടെ മുമ്പിലേക്ക് ക്ഷണിക്കുന്നു. അച്ഛാ, ഗുഡ്നസ് TVയുടെ മെമൻറ്റോ പരിശുദ്ധ മാതാവിൻ്റെ ജപമാല മണികളിൽ തെരിപ്പിടിക്കാനായ ഒരു ജപമാല, നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന മനോഹരമായൊരു പുസ്തകവുമാണ് സമ്മാനമായി നൽകുന്നത്. അച്ഛൻ റിയായ്ക്ക് കൈമാറുന്നു. നല്ല കൈയടി. അടുത്തത് നിങ്ങളോടുള്ള എൻ്റെ ചോദ്യമാണ്. കൃത്യമായി ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട്. റെഡിയാണോ? 4 ചോദ്യങ്ങളാണ് ചോദിക്കുക. 2 ചോദ്യം പെൺകുട്ടികളുടെ ഭാഗത്തും 2 ചോദ്യം ആൺകുട്ടികൾക്കുമായിട്ടാണ്. ചോദ്യം ഇതാണ്: പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പന്തക്കുസ്ത എന്താണെന്ന് ആലോചിച്ചാൽ അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഒരാൾ കൈ ഉയർത്തിയിട്ടുണ്ട്. എഴുന്നേറ്റ് വരൂ, എഴുന്നേറ്റ് വരൂ. നിന്റെ പേര് പറഞ്ഞേ. ജിയ സുരേഷ്. ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? 50 ദിവസം. 50-ാം ദിവസം, 50-ാമത് എന്നാണ് പറയുന്നത്. പന്തക്കുസ്ത എന്ന വാക്കിന് അങ്ങനെ ഒരു അർത്ഥം വരുമോ? പന്തക്കുസ്ത എന്ന വാക്കിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ? 50-ാമത്. 50-ാമത് എന്നുള്ളത് വളരെ കൃത്യമായ ഉത്തരമാണ്. നല്ല കയ്യടി കൊടുത്തോ. സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഡീക്കൻ അരുൺ കണ്ടത്തിൽ വളരെ സ്നേഹത്തോടെ മദ്ബഹയുടെ മുൻപിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുഡ്നസ് TVയുടെ മെമൻറ്റോയും പുസ്തകവും കൈമാറുന്നു. രണ്ടാമത്തെ ചോദ്യം പെൺകുട്ടികളോടാണ്. കപ്പേള എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്?
കപ്പേള കപ്പേള എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. കപ്പേള എന്താണെന്ന് ആലോചിച്ചാൽ അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പെൺകുട്ടികളാരും കൈ ഉയർത്തുന്നില്ല. ഞാൻ ആ ചോദ്യം ഇവിടെ ഇരിക്കുന്ന അമ്മിച്ചിമാരോട് പാസ് ചെയ്യുന്നു. അവിടെ ഒരു അമ്മിച്ചി കൈപൊക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമോ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആദ്യം പേരെന്ന് പറഞ്ഞേ. ജോസ്ന. ജോസ്ന, എന്താണ് കപ്പേള എന്ന വാക്കിൻ്റെ അർത്ഥം? പ്രധാന പള്ളിയുടെ കീഴിലുള്ള കുരിശുപള്ളി. കുരിശുപള്ളി തന്നെയാണ്. അതൊന്നും കൂടി ഭംഗിയാക്കിയാൽ അത് ഉത്തരമായി. ചെറിയ കുരിശുപള്ളി. ചെറിയ കുരിശുപള്ളി എന്നാണ് പറയുന്നത്. ചെറിയ പ്രാർത്ഥനാലയം, അത് തന്നെയാണ് ചെറിയ കുരിശുപള്ളി. ചെറിയ പ്രാർത്ഥനാലയം എന്നുള്ളതാണ് കൃത്യമായ ഉത്തരം. കപ്പേള എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയ പ്രാർത്ഥനാലയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോത്സന അല്ലേ? ജോത്സനയാണ്, അമ്മിച്ചിയാണ്. കുട്ടികൾക്ക് പറയാൻ കഴിയാത്തത് അമ്മിച്ചി മാതൃകയായി കാണിച്ചിരിക്കുന്നു. ഗുഡ്നസ് ടിവിയുടെ മെമൻറ്റോയും നല്ല ചാവരുൾ എന്ന പുസ്തകവും വളരെ സ്നേഹത്തോടെ ഞാൻ കൈമാറുന്നു. നൊവേന കൂടിയിട്ടുണ്ടോ? കൂടിയിട്ടുണ്ടോ? എന്താണ് നൊവേന എന്ന വാക്കിൻ്റെ അർത്ഥം? ആൺകുട്ടികൾക്ക് ആർക്കെങ്കിലും കൈ ഉയർത്തിക്കോ. ആൺകുട്ടികൾ ആരും തയ്യാറാവുന്നില്ല. നൊവേന എന്ന വാക്കിൻ്റെ ഉത്തരം പറയാനായിട്ട് ആൺകുട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം പെൺകുട്ടികൾക്ക് പാസ് ചെയ്യുന്നു. അവിടെ ഗേൾസ് അറ്റത്ത് കൈ ഉയർത്തുന്നുണ്ട്. നല്ല കയ്യടി കൊടുത്തേ വരുന്നയാൾക്ക്. ഉത്തരം ഏതുമാവട്ടെ, നല്ല കയ്യടി കൊടുത്തേ. പേരെന്ന് പറഞ്ഞേ. നൊവേന എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ ചോദിച്ചത്. എന്താണ് നൊവേന എന്ന വാക്കിൻ്റെ അർത്ഥം? 9 പ്രാവശ്യം. 9 പ്രാവശ്യം എന്നാണ് പറയുന്നത്. നൊവേന എന്ന വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? ഉണ്ടോ അമ്മച്ചിമാരെ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് വളരെ കൃത്യമായ ഉത്തരമാണ്. സാറയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ദേവാലയത്തിൻ്റെ ബഹുമാനപ്പെട്ട സഹവികാരി കുര്യൻ നരിക്കുഴി അച്ഛനെ വളരെ സ്നേഹത്തോടെ ഞാൻ മദ്ബഹയുടെ മുമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുഡ്നസ് ടിവിയുടെ മെമൻറ്റോയും നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന പുസ്തകവും വളരെ സ്നേഹത്തോടെ കൈമാറുന്നു. 4ാമത്തേതും അവസാനത്തേതുമായ ചോദ്യം ഇതാണ്. ആ കാലത്ത് ഈ രൂപത ഏത് രൂപതയിൽ ആണ് നിലനിന്നിരുന്നത്? ഈ പ്രദേശം ഏത് രൂപതയിലാണ് നിലനിന്നിരുന്നത് എന്നാണ് ചോദ്യം. അവിടെ പുറകിൽ നിന്ന് ഒരു പെൺകുട്ടി കൈ ഉയർത്തിയിട്ടുണ്ട്. എഴുന്നേറ്റ് വരൂ. പേരെന്ന് പറഞ്ഞേ. എന്താണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം? എറണാകുളം രൂപത. എറണാകുളം രൂപതയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇടുക്കിയിൽ കിടക്കുന്ന ഈ സ്ഥലം എറണാകുളം രൂപതയിൽ വരുമോ? എറണാകുളം അതിരൂപതയായിരുന്നു ആ കാലത്ത്. എറണാകുളം അതിരൂപതയിൽ തന്നെയാണ് ഇടുക്കിയിലെ രാജകുമാരി ദേവാലയം ഉൾപ്പെട്ടിരുന്നത്. അതിനുശേഷം കോതമംഗലം രൂപതയിലും അതിനുശേഷം ഇടുക്കി രൂപതയിലുമായി തീരുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമായ ഉത്തരവാണ്. ഡയാനയ്ക്കുള്ള സമ്മാനം കൈമാറുന്നു. ഗുഡ്നസ് ടിവിയുടെ മെമൻറ്റോയും നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന പുസ്തകവും കൈമാറുന്നു. അടുത്തത് എന്താണെന്ന് നമ്മുടെ കൊച്ചുകൂട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം കവിഞ്ഞൊഴുകുന്ന നീർച്ചാലുകളായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ചോദ്യം ഇവിടുത്തെ മതബോധന അധ്യാപകരോടുള്ള ചോദ്യമാണ്. റെഡിയാണോ? അവർ റെഡിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ആദ്യം കൈ ഉയർത്തി കൃത്യമായ ഉത്തരം പറയുക. ചോദ്യം ഇതാണ്. ശീഷ്മ
എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ പേര് ബീന സാജു. ബീന സാജു അല്ലേ? ഒന്നുകൂടി ആ ഉത്തരം പറഞ്ഞേ. പിളർപ്പ്. വിഭജനം അല്ലെങ്കിൽ പിളർപ്പ് എന്നാണ് ശീഷ്മ എന്ന വാക്കിന് അർത്ഥമായി പറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമായ ഉത്തരമാണ്. ശീഷ്മ എന്ന വാക്കിൻ്റെ അർത്ഥം വിഭജനം അല്ലെങ്കിൽ പിളർപ്പ് എന്ന് തന്നെയാണ്. സഭയുമായി വിഘടിച്ച് നിൽക്കുന്ന, സഭയോട് മറുതലിച്ച് സഭയ്ക്കെതിരെ നിൽക്കുന്ന കാര്യത്തിനെയാണ് ശീഷ്മ എന്ന അവസ്ഥയിൽ പറയുന്നത്. ഗുഡ്നസ് ടിവിയുടെ മെമൻഡോയും നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന പുസ്തകവും വളരെ സ്നേഹത്തോടെ കൈമാറുന്നു. അടുത്തത് മതബോധന അധ്യാപകരുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്കായി അവർ തയ്യാറായിട്ടുണ്ട്. പ്രാർത്ഥന. അസ്വസ്ഥതയാൽ നേരുന്ന മനസ്സുകളിൽ സ്നേഹധൈര്യം പുരട്ടുവാൻ അങ്ങനെ ഉപകരണമാക്കണമേ. ഈശോയെ, ക്ലാസ് മുറിക്കുള്ളിലും പുറത്തും എൻ്റെ ജീവിതത്തിലൂടെ അങ്ങയെ പകർന്നു നൽകുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയവ അനുഭവിക്കുവാനും അനുഭവിച്ചവ ജീവിക്കുവാനും ജീവിച്ചവ പകർന്നു നൽകുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അസംബ്ലി സമാപിക്കുന്നു. ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ജയ് ക്രൈസ്റ്റ്. ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഓരോ ദേവാലയത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് ഈ കാഴ്ചകളെ കാണുവാൻ കഴിയുന്നത്. ഇടുക്കി രൂപതയിലെ രാജകുമാരി ഈ ദൈവമാത ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഈ അസംബ്ലി ഇന്ന് നിയന്ത്രിച്ചത് 2 കൊച്ചുകുട്ടികളാണ്. ജോവാൻ കരോളിൻ ജോസഫും അൽക്ക അന്ന റിൽസനുമാണ് ആ മിടുക്കരായ കുട്ടികൾ. സിറോ മലബാർ മലങ്കര ലത്തീൻ റീത്തുകളിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ അസംബ്ലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഗുഡ്നസ് പാരിഷ് മീറ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാനും തിരിച്ചറിയുവാനും കഴിയുന്നുണ്ട്. പുതിയ പുതിയ കാഴ്ചകൾ, കൂടുതൽ അറിവുകളിലേക്ക് നമ്മെ നയിക്കുന്നു. ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അടുത്തയാഴ്ച മറ്റൊരു ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ കാഴ്ചകളുമായി നമുക്ക് ഒത്തുചേരാൻ കഴിയട്ടെ. നിങ്ങളുടെ ദേവാലയത്തെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബന്ധപ്പെടേണ്ട നമ്പർ 048027000893 8606420099. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.